فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. ഇനി നിങ്ങൾ ബോർഡിൽ നോക്കി, ഈ അലിഫ് കാണുന്ന സ്ഥലം എവിടെ ഹംസ ഉള്ളത്? എവിടെ? ആദ്യം തന്നെ തുടങ്ങണം എന്താ ആയത്തിൽ? ഈ അല്ലേ? ഇല്ല. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? ഉച്ചരിക്കണം, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഇല്ല. പിന്നെ ലാ ഒരു നീട്ടം, എങ്ങനെ ഒരു അലിഫ് വേണം, അത് നീട്ടാനുള്ളതാണ്. പിന്നെ അല്ലദീനയിൽ കാണുന്നതോ ഈ രണ്ടാമത്തതാ, അതിൻ്റെ പേരാണിത് ഹംസത്തുൽ വസ്ൽ, വസ്ലിൻ്റെ ഹംസ. അതിൻ്റെ പ്രത്യേകത എന്താ? കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. നമ്മൾ ഇല്ല അല്ലദീന ഓതുണ്ടോ? ഇല്ല. ഇല്ലല്ലദീന, ഇല്ലല്ലദീന എന്നാ കൂട്ടി ഓതുന്നില്ല. സ്റ്റാർട്ടിങ്ങിലാണെങ്കിലോ അല്ലദീന ഓതണം. അതാണ് ഈ ഹംസയുടെ ഈ ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ആമനു വഅമിലു എന്നൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് അബൌട്ടിലുള്ള ഒരു അലിഫ് കാണാം.
വാവിൻ്റെ ശേഷം. അതിൻ്റെ അർത്ഥം എന്താ? അത് ഉച്ചരിക്കരുത്, അതിന് പ്രൊണൗൺസിയേഷൻ ഇല്ല. അതുകൊണ്ട് ആമനു എന്ന് ഓതാൻ പാടില്ല, അമിലു എന്ന് ഓതാൻ പാടില്ല. ആമനു വ അമിലു. പിന്നെ അസ്വാലിഹാത്തിൽ വീണ്ടും വരുന്നത് ഇത് തന്നെയാണ്, ഉച്ചാരണമല്ല. കൂട്ടി ഓതുമ്പോൾ നമ്മൾ അസ്വാലിഹാത്ത് ഉച്ചരിക്കുകയാണെങ്കിൽ ഉച്ചരിക്കും. വ അമിലു സ്വാലിഹാത്തി, അവിടെ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഫലഹും കണ്ടില്ലേ, ആദ്യത്തെ തന്നെ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. പിന്നെ അജ്റുൻ എന്നുള്ള തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. അപ്പൊ എങ്ങനെ ഓതണം? ഫലഹും അജ്റുൻ എന്ന് പറഞ്ഞാൽ മതി, അജ്റുൻ എന്ന് പറയാൻ പാടില്ല. അപ്പൊ എങ്ങനെ ഓതണം? ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഗൈറു മംനൂൻ. മംനൂൻ എത്ര നീട്ടണം? നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു അല്ലേ? അതിൻ്റെ നിയമം അലിഫ് ബാബു യാ, അതിൻ്റെ ശേഷം എന്ത് വരിക? ഏതെങ്കിലും ഒരു അക്ഷരം വരിക. ഇവിടെ നൂനാണ് വന്നത്, അവിടെ ബ്രേക്കും പിടിക്കുക, വഖഫും ചെയ്യുക. അങ്ങനെ 3 നിയമം കൂടി വന്നാൽ 4 മുതൽ 6 ഖദർ വരെ ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം ആയത്ത്? അജ്റുൻ ഗൈറു മംനൂൻ അല്ലേ? അതിലെന്തെങ്കിലും പിന്നെ സംശയം ഉണ്ടോക്കിയാണ്? ഇനിയിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ വാവിൻ്റെ മുകളിലും യാവിൻ്റെ മുകളിലും മിഡിൽ വരുന്ന അലിഫില്ലേ, അത് ഉച്ചാരണം ഉണ്ടാവില്ല. ഇതന്നെയാണ് സാധനം. പക്ഷേ എന്തില്ല, ഇതിനെ അകാരമാക്കി ഉച്ചരിക്കാനാണ്. ഈ വാവിന് ഉച്ചാരണം ഉണ്ടാവില്ല, യാവിനും. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്വലാത്ത് സക്കാത്ത് എന്നൊക്കെ ഇതിനോട് നമ്മൾ ഇതിൽ വന്നിട്ടില്ല. വാവിൻ്റെ ശേഷമാണ് അലിഫ് വന്നതെങ്കിലോ വാ യാ അങ്ങനെ ഉച്ചരിക്കണം. വാവിൻ്റെ മിഡിൽ വന്നാൽ ഉച്ചാരണം ഉണ്ടാവില്ല, ആ അക്ഷരത്തിന് ഉച്ചാരണം. അതാണ് അതിൽ അലിഫിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ആയത്ത് ഒന്നിച്ച് എല്ലാവരോടും നോദിക്കണം. ഇല്ലല്ലദീന തജ്വീദിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. നാർത്ഥം പറഞ്ഞോളി. ഇല്ലല്ലദീന, ഒരു കൂട്ടർ ഒഴികെ. ആമനു, അവർ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ വിശ്വസിച്ച ഒരു കൂട്ടർ ഒഴികെ. വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വിഭാഗം ഒഴികെ. ഫലഹും, എന്നാൽ അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലം കൂലിയുണ്ട്. ഗൈറു മംനൂൻ, മുറിഞ്ഞു പോവാത്ത കൂലിയുണ്ട്. ഒന്നുകൂടി. ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ. ഫലഹും, അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലമുണ്ട്. ഗൈറു മംനൂൻ, മുറിഞ്ഞു പോവാത്ത പ്രതിഫലം ഉണ്ട്. ഇതിപ്പോ ആരെ പറ്റിയാ പറയണത്? മനുഷ്യനെ പറ്റിയാണ്. ഇതിന് മുമ്പുള്ള ആയത്ത് ശരിക്കും മനസ്സിലാക്കുമ്പോഴേ ഈ ആയത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അറ്റാച്ചാണ്. എന്താ മുമ്പ് പറഞ്ഞത്? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന് നാം ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ കുറ്റമറ്റ നല്ല ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു എന്ത്? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ, അധമന്മാരിൽ അധമനാക്കി നാം അവനെ മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ ഇനി പറയാ, ആരാണ് ഈ അധമന്മാരിൽ നിന്ന് ഒഴിവുള്ളത്? അതാണ് പറയുന്നത്. ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെന്ത് പെടൂല? ഓല് ജീവിതത്തിൽ ഒരിക്കലും ഡൗൺ ആവൂല, താഴോട്ട് വരൂലെന്നാ. അപ്പം അധമന്മാരിൽ പതിതരിൽ പതിതനാവാതിരിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് ഇത്? വിശ്വാസവും സൽക്കർമ്മവും. പതിതരിൽ പതിതനാവാതിരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ അത് വിശ്വാസവും സൽക്കർമ്മവുമാണ്. വിശ്വാസവും സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ച ആളുകൾക്ക് മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുണ്ട് എന്ന. മംനൂൻ എന്ന പദം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ ഈ മംനൂൻ എന്ന് അറിയണത്? മംനൂൻ, മന്ന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? മന്ന,
മഞ്ഞ സെൽവ അതൊരു വസ്തുവിൻ്റെ പേരുണ്ട്. അതല്ലാതെ ഒരു ക്രിയയായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. മന്ന ഗുണം എടുത്തു പറയാന്ന, ഇംതന്ന എന്ന് പറഞ്ഞാൽ എന്താ, ഗുണം എടുത്തു പറയാം. രണ്ടാമത്തെ ഒന്ന് പിന്നെ കയറ് പൊട്ടിക്കണേനും എന്ത് പറയും, മന്ന എന്ന് അറബി ഭാഷ പറയും. അതിൽ നിന്നാണ് മന്ന. അപ്പോൾ ഒരു സംഗതി എടുത്തു പറയാം. ഞാൻ അതിൻ്റെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പിന്നെ നമുക്കൊരാൾ കൂലി തരുന്നു, നമ്മൾ ജോലി ചെയ്തതിന് കൂലി തരുന്നു. അയാൾ ആ കൂലി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ ഇങ്ങനെ എടുത്ത് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, എന്താ ഉണ്ടാവുക, ഒരു പ്രയാസം ഉണ്ടാവില്ലേ? ഒരു പ്രയാസം ഉണ്ടാവും. ഇനിയിപ്പം നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കമ്പനി നമുക്ക് കൂലി തരുമ്പോൾ ചിലപ്പം അതിൽ കുറച്ച് കളയും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വൈകിട്ടുണ്ടെങ്കിൽ കുറച്ച് കളയും. അങ്ങനെ കുറച്ച് കളയാതിരിക്കണ പ്രതിഫലം, അതാണ് വജ്റുൻ ഗൈറു മംനൂൻ. രണ്ടാമത്തത് യാതൊരു കലക്കും വ്യതിയാനവും അതിലുണ്ടാവില്ല. അതിലെന്തെങ്കിലും പിന്നെ വേണ്ടാത്ത കയറി കൂടിയിട്ടുണ്ടാവുമോ, അതും ഉണ്ടാവില്ല. ഇങ്ങനെ നാനാമുഖേനയും ശുദ്ധമായതും അതേപോലെ ഒരിക്കലും മുറിഞ്ഞു പോവാത്തതും. മന്ന എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം മുറിഞ്ഞു പോവുക, പിന്നെ കയറ് പൊട്ടിക്കുക. ഇതേപോലെ അള്ളാഹു അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ സാലറി കിട്ടുമ്പോൾ ചിലപ്പം ഇടയ്ക്ക് വെച്ച് നിന്നു പോവും. അങ്ങനെ നിന്നു പോണ ഒരവസ്ഥയും ഏതിനുണ്ടാവില്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് ഉണ്ടാവൂല. ഇതിവിടെ പറയാനുള്ള ഒരു കാരണമുണ്ട്. സുമ്മ റദദിനാഹു അസ്ഫല സാഫിലി എന്ന് പറഞ്ഞല്ലോ, മനുഷ്യനെ നാം അധമനിൽ അധമനാക്കും എന്ന് പറഞ്ഞതിന് നമ്മൾ ഒരുപാട് വ്യാഖ്യാനം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, മനുഷ്യൻ്റെ യുവത്വം പോയിട്ട് അവൻ എന്താക്കും, വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തിലാക്കും. അപ്പം എന്തുണ്ടാവില്ല, എന്താ പറയണമെന്ന് ഓൻ അറിയില്ല, എന്താ ചെയ്യണമെന്ന് ഓൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു പ്രായം ഉണ്ടാവും അല്ലേ? ആ പ്രായത്തിലെത്തുന്ന അവസ്ഥക്കാണ് അർദലുൽ ഉമർ എന്ന് പറയുന്നത്. അതതിൻ്റെ ഒരു അർത്ഥമാണ് ദുനിയാവിൽ. പിന്നെ ഒരുപാട് ആശയങ്ങളുണ്ട്. അപ്പം ഒരു ചോദ്യം വരും, ഈ അർദലുൽ ഉമറിൽ എത്തുന്ന മനുഷ്യൻ ഓൻ അവിടെ നിസ്കരിക്കണില്ലല്ലോ, ഓന് ചിലപ്പോൾ നിസ്കരിക്കാനൊന്നും കഴിയില്ല, ഓൻ നിസ്കരിക്കാനുള്ള ബോധവും ഉണ്ടാവില്ല, അവൻ്റെ ബുദ്ധിയൊക്കെ പോയിട്ടുണ്ടാവും, ഓർമ്മശക്തിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ മനുഷ്യന് അവിടെ തൽക്കാലം അവൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂലി പിന്നെ നിന്നു പോവൂലേ? അത് ഈ ആയത്തിൽ സൂചന ഉണ്ട്. എങ്ങനെയാണത്? അവൻ്റെ യുവത്വ കാലഘട്ടത്ത് അവൻ നമസ്കരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിയാണ് എങ്കിൽ അവൻ്റെ വാർദ്ധക്യത്തിലെത്തുമ്പോഴും ആ കൂലി അള്ളാഹുത്താല അവനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന. നോക്കി നിങ്ങൾ, ചില കമ്പനി ഉണ്ടില്ല, നിങ്ങൾ പിരിഞ്ഞു പോയാലും മരണം വരെ പിന്നെ പെൻഷനായാലും എന്തു ചെയ്യും, അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന. അള്ളാൻ്റെ പ്രതിഫലത്തിൻ്റെ പ്രത്യേകത അതാ, ഒരിക്കലും മുറിഞ്ഞു പോകണില്ല. അത് തരുമ്പോൾ പഠിച്ചവൻ എന്ത് ചെയ്യണില്ല, നമ്മളൊന്നും പിന്നെ എന്താക്കണില്ല, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കണില്ല. ഈ രൂപത്തിൽ നമ്മളറിയാതെ ആ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നല്ലപ്പം കാലത്ത് നമ്മൾ പ്രവർത്തിച്ച് ഇങ്ങനെ നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് അതിലെന്തുണ്ട്, ഗൈറു മംനൂൻ എന്ന് പറഞ്ഞതിൽ സൂചനയുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് റിവേഴ്സ് എടുത്ത് വരാം. ആർക്കാണ് ഈ കൂലി പറഞ്ഞത്? വിശ്വാസവും സൽക്കർമ്മവും. ഇതാണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ, വിശ്വാസവും സൽക്കർമ്മങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹു തആല അവന് പ്രവർത്തിക്കാനുള്ള അവസരം നൽകും എന്നുള്ളതാണ്. ആ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകും എന്നുള്ളതാണ്. മരണത്തിന് മുമ്പ് ഇങ്ങനെ ഒരുപാട് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ഇങ്ങനെ നൽകും. അത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. പിന്നെ ദുനിയാവ് മുഴുവൻ ഒരാൾക്ക് കിട്ടിയെന്ന് കൂട്ടാം. ദുനിയാവിലെ സമ്പത്തുണ്ട്, മറ്റ് സുഖസൗകര്യങ്ങളുണ്ട്, എല്ലാം മുഴുവൻ കിട്ടിയ ഒരാൾ, അയാൾക്ക് വിശ്വാസവും അമലുസാലിയാത്തും മാത്രമല്ലെങ്കിൽ ആ ദുനിയാവ് അയാൾക്ക് യാതൊരു ഉപകാരപ്പെടൂല. ദുനിയാവിൽ ഉപകാരപ്പെട്ടെന്ന് വരും, പക്ഷേ മരണശേഷം ഉപകാരപ്പെടണമെങ്കിൽ എന്തു വേണം? വിശ്വാസവും സൽക്കർമ്മങ്ങളും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 36 ആയത്തുകളിലായിട്ട് ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു തആല പ്രതിഫലം നൽകണമെങ്കിൽ എന്തു വേണം? പിന്നെ വിശ്വാസവും വേണം, സൽക്കർമ്മങ്ങളും വേണം. അവർക്കാണ് മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ
അമലുസ്സാലിഹാത്ത് സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ നിബന്ധന എന്താ? മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. ഒരാൾ മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തത് അയാളുടെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് വേണം. മൂന്നാമത്തത് അയാൾ ഇത്തിബാ സുന്ന, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊക്കെ ഇപ്പം മുസ്ലിങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് നിഷ്കളങ്കത, ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇല്ലാതെ പോകും. എന്ത്? ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പം സുബിയൊക്കെ 10 റക്അത്തൊക്കെ നിസ്കരിക്കും. അല്ലെങ്കിലോ അസറും മഗ്രിബൊക്കെ നേരം വെളുക്കോളം അങ്ങോട്ട് നിസ്കരിക്കും. ഇങ്ങനെ ചില ആളുകളെ കണ്ടില്ലേ? അവിടെ എന്തില്ല? അതിന് പ്രതിഫലം കിട്ടൂല. കാരണം എന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യമാണ് അത്. സുബ്ഹി 2 റക്അത്ത് തന്നെ. 4 ഇശാ പിന്നെ ളുഹറും അസറും ഒക്കെ 4 തന്നെ. മഗ്രിബ് 3 തന്നെ. അതിൽ കൂട്ടാനോ കുറക്കാനോ ആർക്ക് അവകാശമില്ല? നമുക്ക് അവകാശമില്ല. ഇതാണ് ഇത്തിബാ സുന്ന. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാവണം. ചില ആളുകൾ കണ്ടില്ല, ചില പ്രത്യേക സമയത്ത് 1000 റക്അത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ? നമുക്ക് കാണുമ്പോൾ തോന്നും ആത്മാർത്ഥത കൊണ്ട് കൂടിയിട്ടാണ്, ഇഖ്ലാസ് കൊണ്ട് കൂടിയിട്ടാണ്. പക്ഷേ പ്രവാചകന്റെ സുന്നത്തിനോട് അനുധാപനം ചെയ്യാത്ത പ്രവർത്തനമാണ് അത്. അപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി എന്താ ഇപ്പം ഞാൻ ചെയ്യാൻ പോകണം, അതിനെപ്പറ്റി പഠിക്കണം. അത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ അല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴേ ഒരു അമലു സ്വാലിഹാത്ത് അത് സ്വാലിഹായ അമലാകുള്ളൂ. അപ്പോൾ ഒരു പ്രവർത്തനം, നമ്മളവരുടെ കർമ്മം അത് സ്വാലിഹാണെങ്കിൽ അതിൽ ഒന്നാമത്തെ നിബന്ധന മുസ്ലിമായിരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് വിശ്വാസിയായിരിക്കണം. രണ്ടാമത്തത് ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഓന് ആത്മാർത്ഥത, ഇഖ്ലാസ് വേണം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് എന്നത് വേണം. മൂന്നാമത്തത് ഇത്തിബാ സുന്ന വേണം. പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് പ്രവർത്തനവും ചെയ്യേണ്ടത്. അപ്പോഴേ ഒരു അമലു സ്വാലിഹ് എന്ന പറയുന്ന ആ ഗണത്തിൽ പെടുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് കാണാം, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഹു അജ്റ മൻ അഹ്സന അമലാന. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ പ്രതിഫലം നാം പാഴാക്കി കളയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകുന്നുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം വരുമ്പോൾ, പിന്നെ നല്ലത് ലഭിക്കുമ്പോൾ മനുഷ്യൻ പറയുന്നത് അള്ളാഹു എന്നെ ആദരിച്ചു. ഒരായത്തില്ല അങ്ങനെ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു, പിന്നെന്താണ്, ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ. മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിച്ച് ഓനെല്ലാ അനുഗ്രഹങ്ങളൊക്കെ നൽകി അവനെ ആദരിച്ചാൽ ആ മനുഷ്യൻ പറയും, ഓ അള്ളാഹ് എന്നെ ആദരിച്ചിട്ടോ എന്നറിയും. എന്നാൽ വഅമ്മ ഇദാ മബ്തലാഹു വഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ യാത്രാവേളയിൽ ഏതെങ്കിലും ഒരു തടസ്സം, ഒരു ഇടിസ് ഉണ്ടായാൽ, സാമ്പത്തികമായോ അല്ലാത്തതോ ആയ എന്തെങ്കിലും ഇടിസ് ഉണ്ടായാൽ, അവൻ്റെ റിസ്ക്കൊക്കെ ഒന്ന് ചുരുക്കി കളഞ്ഞാൽ, അങ്ങനെ ഒരു പരീക്ഷണം നൽകിയാൽ ഓൻ പറയും എന്ത്, അള്ളാഹ് എന്നെ അപമാനിച്ചു. യഥാർത്ഥത്തിൽ ഇതല്ല അപമാനവും ബഹുമാനവും എന്ന് പറയും. ഒരാളെ അള്ളാഹു ആദരിക്കണമെങ്കിലുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് തെക്കുവയാണ്. അതാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അമലുസ്വാലിഹാത്ത് ചെയ്താൽ അതിനോട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേകം സ്നേഹം ആ മനുഷ്യർക്ക് കിട്ടും എന്നാ. എന്താ തെളിവ്? ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ എന്ന് എവിടെ പറയുന്നുണ്ട്? സൂറത്തു മറിയമിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പരമകാരുണ്യകനായ റബ്ബ് പ്രത്യേകം സ്നേഹം ഇട്ടുകൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകം മഹബത്ത് കിട്ടാൻ കാരണമാണിത് അമലുസ്വാലിഹാത്ത് ചെയ്യുക എന്നുള്ളത്.
അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് നവാഫിൽ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു സുന്നത്ത് നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് നവാഫിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു തആല വിളിക്കും. എന്നിട്ട് ജിബ്രീലിനോട് പറയും, ഞാൻ ഇന്ന ആളെ, ഭൂമിയിലെ ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നീയും അവനെ ഇഷ്ടപ്പെടുക. അപ്പം ജിബ്രീൽ ഇഷ്ടപ്പെടുകയും ആ ജിബ്രീലും പിന്നെ ആകാശലോകത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയും, അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അങ്ങനെ മലക്കുകൾ അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളത്. ആകാശലോകത്തുള്ള മലക്കുകൾ അവനെ ഇഷ്ടപ്പെടുകയും ഭൂമിയിൽ അവന് ഒരു സ്വീകാര്യത, എല്ലാവരുടെ ഇടയിലും ഒരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. നേരെ തിരിച്ചും അള്ളാഹു തആല ഒരാളോട് കോപിച്ചാൽ, വെറുപ്പ് കാണിച്ചാൽ ജിബ്രീലിനെ വിളിച്ചു പറയും, ഞാൻ ഇന്ന ആളെ ഓട് കോപിച്ചിരിക്കുന്നു, എൻ്റെ പിന്നെ ബുഗ്ള് അവൻ്റെ മേലിലുണ്ട്, അതുകൊണ്ട് നീയും അവനെ പിന്നെ ഓട് ബുഗ്ള് കാണിക്കുക. അപ്പം ഭൂമിയിൽ അവനൊരു സ്വീകാര്യത ഉണ്ടാവുകയില്ല. ആകാശലോകത്തുള്ളവരും അവനെ വെറുക്കും, മലക്കുകളും വെറുക്കും എന്നർത്ഥം. അപ്പം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ആ സ്വീകാര്യത കിട്ടുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് ഒരു നേതാവിനെ നമ്മൾ പിന്നെ എന്തുകൊണ്ടാണ് സ്നേഹിക്കണം? നമ്മളറിയാതെ അയാളോടൊരു മഹബത്ത് നമുക്കുണ്ടാവും. എന്തുകൊണ്ടാണ്? നമുക്ക് എന്തെങ്കിലും തരുന്നതുകൊണ്ടാണോ? അല്ല, അയാളുടെ നിഷ്കളങ്ക പ്രവർത്തനം നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ആ നിഷ്കളങ്ക പ്രവർത്തനവും അതോടൊപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ ആ നേതാവ് അറിയാതെ ആളുകൾ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, അമലു സ്വാലിഹാത്ത് ചെയ്യണ, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് സ്വർഗത്തിൽ അല്ലാഹു തആല സ്ഥാനം അതുമൂലം ആ സ്ഥാന ഉയർച്ച നൽകും എന്നുള്ള. എന്താ തെളിവ്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഖുറഫ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സ്വർഗത്തിൽ പ്രത്യേകം റൂമുകൾ അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ. ആ സ്വർഗലോകത്ത് അതിൻ്റെ തായ് ഭാഗത്തിലൂടെ ഇങ്ങനെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും, അവരതിൽ നിത്യവാസികളായിരിക്കും. നിഅമ അജ്റുൽ ആമിലീൻ എന്ന ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പം സ്വർഗത്തിൽ സ്ഥാനം കിട്ടാനും എന്താണ്? അമൽ സ്വാലിഹാത്ത് കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണ്. മറ്റൊന്ന്, മനുഷ്യൻ ദുനിയാവിൽ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ, സയ്യിആത്തുകൾ, തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ച്ചു കളയാൻ മനുഷ്യൻ്റെ അമൽ സ്വാലിഹാത്ത് മുഖേന ലഭിക്കും. സ്വർഗത്തിൽ ഉയർച്ച ലഭിക്കാനും സ്ഥാനക്കയറ്റം കിട്ടാനും ആ അമൽ സ്വാലിഹാത്ത് പിന്നെ കാരണമാണെന്ന്. എന്താ തെളിവ്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനു യഅമലൂൻ എന്ന് സൂറത്തു അൻകബൂത്തിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ തിന്മകൾ അല്ലാഹു തആല നാം മായ്ച്ചു കളയുക തന്നെ ചെയ്യും. പിന്നെ അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് അല്ലാഹു അവിടെയും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആ നല്ല രൂപത്തിൽ നിന്ന് ആ സ്വർഗം അവർക്ക് നൽകും എന്നുള്ളതാണ്. മാത്രമല്ല, ദുനിയാവിൽ നമ്മൾ സൽക്കർമ്മം പ്രവർത്തിക്കുമ്പോൾ ആ ദുനിയാവിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. വല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഔലഹു. അള്ളാഹുവിൻ്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ, ആ സിംഹാസനത്തിന് ചുറ്റുമുള്ള മലക്കുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ അവർ സ്തുതിച്ചുകൊണ്ട് സ്തുതികീർത്തനം ചെയ്യുന്നു. വയുഅ്മിനൂന ബിഹി, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വയസ്തഗ്ഫിറൂന, എന്നിട്ട് അള്ളാഹ് പറയണേ വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. ദുനിയാവിലെ വിശ്വാസികൾക്ക് വേണ്ടി ആ മലക്കുകൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും എന്നാണ്. എന്താ അവർ ഇസ്തിഗ്ഫാർ തേടുന്നത്? റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ. അള്ളാഹുവേ, എല്ലാ കാര്യത്തിനും സകല കാര്യങ്ങളും നിന്റെ കാരുണ്യവും നിന്റെ അറിവും നിറഞ്ഞതാണ്, വിശാലമാക്കിയതാണ്, നീ വിശാലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബു, പക്ഷാതപിച്ച ആളുകൾക്ക് അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റിയവർക്ക് നീ പുറത്തു കൊടുക്കണം. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ കാക്കുകയും വേണമെന്ന് മലക്കുകൾ വിശ്വാസികളായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് സൂറത്ത് ഗാഫിറിലെ ആയത്തിലൂടെ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്.
മാത്രമല്ല ഒരു അമലുസ്സാലിഹാത്ത് ദുനിയാവിൽ വെച്ച് മനുഷ്യന് അകപ്പെട്ടിട്ടുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടി. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദുരിതത്തിലകപ്പെട്ടാൽ, ഒരു മുസീബത്തിലകപ്പെട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസത്തിലകപ്പെട്ടാൽ ആ പ്രയാസത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു മാർഗം കൂടിയാണ് അവൻ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്നത്. എന്താ തെളിവ്? സുദീർഘമായ ഒരു ഹദീസിൽ ഇങ്ങനെ വിവരിക്കണ കാണാം. 3 ആളുകൾ യാത്ര ചെയ്തു. യാത്ര ചെയ്തപ്പം അവരെന്ത് ചെയ്തു? ഒരു ഗുഹയിൽ മാറിയിരുന്നു. മഴ ചെയ്തപ്പം ഗുഹയിലേക്ക് മാറിയിരുന്നു. മലമുകളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു വലിയ പാറക്കല്ല് വന്നു, ആ ഗുഹ അടഞ്ഞുപോയി. ആ സംഭവം നിങ്ങൾക്ക് അറിയാം അല്ലേ? ആ ഗുഹ അടഞ്ഞപ്പം അവർ 3 ആളും എന്ത് ചെയ്തു? അവർ നേരത്തെ എന്താണോ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നത് ആ സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് വസീല തേടുകയാണ് അല്ലേ? ഒരാൾ വസീല തേടി എന്താ? അള്ളാഹുവേ, എനിക്ക് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജോലി അവസാനിച്ചതിന് ശേഷം വന്നിട്ടാണ് അവർക്ക് പാല് കറന്ന് എന്ത് ചെയ്യുക? ഈ മാതാപിതാക്കൾക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കുക. അതുകൊണ്ട് റബ്ബേ, ഇന്ന കാരണത്താൽ ഒരു ദിവസം ഞാൻ വഴുകിപ്പോയി. അങ്ങനെ എൻ്റെ കുട്ടികളൊക്കെ ഒച്ചയും വിളിയും വെക്കാൻ തുടങ്ങി. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തില്ല. കാരണം മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി, അവർ ഉണരട്ടെ എന്ന് വിചാരിച്ച് ആ പാലിൻ്റെ പാത്രവുമായി അവരുടെ മുമ്പിലിരുന്നു. അങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കി കുട്ടികളൊക്കെ ഉറങ്ങി. മാതാപിതാക്കൾ ഉണരോളം ഞാൻ ആ പാലിൻ്റെ കോപ്പയുമായി അവിടെ നിന്നു. പഠിച്ചവനെ അള്ളാഹുവേ, ഇത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചതെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഈ ദുരിതത്തിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ എന്നൊരാൾ പ്രാർത്ഥിക്കേണ്ടായി. അതേപോലെ മറ്റൊരാൾ തെറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരവും നൽകിയിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിപ്പോയി. അള്ളാഹുവെ, നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്യാതെ ഞാൻ പിന്മാറിയതെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ തരണമേ. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ ചെയ്ത ഓരോരോ പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ട്, അമലുസ്സാലിഹാത്ത് എടുത്തുകൊണ്ട്, വസീലയാക്കിക്കൊണ്ട് അത് മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്തു ചെയ്യും? നമ്മളിപ്പോൾ അകപ്പെട്ടിട്ടുള്ള ദുരിതത്തിൽ നിന്ന് റബ്ബ് തമ്പുരാൻ നമുക്ക് രക്ഷ നൽകും എന്ന് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ പാറക്കല്ല് ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമായി അത് നീങ്ങിപ്പോയി എന്ന ഹദീസിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള പാഠം നമ്മുടെ സൽപ്രവർത്തനം, നമ്മൾ ആരും അറിയാതെ ചെയ്യണ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം, പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മൾ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന്, ആ മുസീബത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്നുള്ളതാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ആകാശലോകത്തുള്ള ബർക്കത്ത് ഇറങ്ങാനും ഭൂമിയിൽ നിന്ന് ആ ബർക്കത്ത് പുറത്തു വരാനും നമുക്ക് ലഭിക്കാനും നമ്മുടെ അമലുസ്സാലിഹാത്ത് കാരണമാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ തെളിവ്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയിലുള്ള ആ രാജ്യക്കാർ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവരുടെ മേൽ ആകാശലോകത്തുള്ള അനുഗ്രഹങ്ങൾ നാം ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഭൂമിയിൽ നിന്നുള്ള, പക്ഷേ അവരെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു കളഞ്ഞു. അത് കാരണം അവർ ചെയ്ത പ്രവർത്തനം കാരണം നാം അവരെ പിടികൂടി ശിക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആകാശലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗമാണ് ഇത് അമലുസ്സാലിഹാത്ത്, വിശ്വാസത്തോടു കൂടിയുള്ള അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ സുഖകരമായ ഒരു ജീവിതം കിട്ടണമെങ്കിൽ എന്തു വേണം? വിശ്വാസത്തോടു കൂടിയ അമലുസ്സാലിഹാത്ത് വേണം. എന്താ തെളിവ്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ സൽക്കർമ്മങ്ങൾ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനാരോ അവർ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവന് ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും? സുഖകരമായ സംതൃപ്തിയുള്ള ഒരു ജീവിതം അല്ലാഹു തആല അവന് നൽകും എന്നുള്ളതാണ്. എന്നാൽ പരലോകത്തോ വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു തആല പരലോകത്ത് അഥവാ സ്വർഗവും നൽകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലെ ആ വിശ്വാസത്തിനാണ് പലപ്പോഴും തകരാറ് വരാറുള്ളത്. വിശ്വാസമില്ലാതെയാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. അതാണ്
നമുക്കുള്ള ഏറ്റവും വലിയ അപകടം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഏത് ചെറിയ കാര്യമാണ്. ഞാനിപ്പോൾ ഇയാളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണമെങ്കിൽ, ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണമെങ്കിൽ, ഒരാൾക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കണമെങ്കിൽ, അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം വേണം, അള്ളാഹുവേ നിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും പടച്ചോനെ നിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആ രൂപത്തിൽ നമ്മൾ ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് നാളെ പരലോകത്തെന്താവും, വലിയ മുതൽക്കൂട്ടായി മാറും. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുണ്ടാവും, അതിനെ പറ്റിയുള്ള വിശ്വാസമോ ആ കൂലി മോഹിച്ചു കൊണ്ടോ ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ അപകടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ അടുത്തേക്ക് 3 ആളുകൾ വരുന്നുണ്ടല്ലോ അല്ലേ, ഭാര്യമാരുടെ അടുത്തേക്ക്. എന്തിനാ വരുന്നത്? പ്രവാചകൻ്റെ അമലി, നിസ്കാരം, നോമ്പുമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ആരാധനകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടി വരിക. അങ്ങനെ അവർ വന്നു. അവർ ആയിഷ ബീബിയോട്, നബിയുടെ ഭാര്യമാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെയാണ് ആരാധിക്കാറുള്ളത്. പിന്നെ രാത്രി നമസ്കരിക്കും, അതിനുശേഷം കടന്നുറങ്ങും, പ്രവാചകൻ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അതിൽ അവർ എന്ത് ചെയ്യാണ്? അവർ പിന്നെ ശപഥം ചെയ്യാണ്. എന്താ? നബിക്ക് അല്ലാഹു തആല എല്ലാം പുറത്തു കൊടുത്തിട്ട് ഞങ്ങളിതൊന്നും ചെയ്താൽ പോരാ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല, വിവാഹം കഴിക്കാതെ ആരാധനയെ തന്നെ മുഴുകും, സന്യാസി ജീവിതം നയിക്കും എന്ന് പറഞ്ഞു. മറ്റൊരാളോ, ഞാൻ ഒരിക്കലും പിന്നെ രാത്രി ഉറങ്ങൂല, രാത്രി ഇങ്ങനെ എണീറ്റ് നമസ്കരിക്കും, ഞാൻ ഒരിക്കലും പിന്നെ നോമ്പുറിക്കൂല, ഞാൻ പകൽ മുഴുവൻ നോമ്പ് നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞു. ഈ ആളുകൾ ചെയ്തു പോയ ശപഥം നബി അറിഞ്ഞു. അവരടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു. അവരോട് വരാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളാണോ ഇങ്ങനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു പോയത്? അതെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിൽ നിന്ന് ആര് പുറത്തു പോകുന്നോ വെറുക്കുന്നുവോ അവനിൽ എന്നിൽപ്പെട്ടവനല്ല. അപ്പം പ്രവാചകൻ്റെ സുന്നത്തിന് അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും. അപ്പോഴേ അല്ലാഹു തആല ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മഹാനായ പിന്നെ ഇതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് ഫലങ്ങൾ ഹദീസിലും ഖുർആനിലും പറഞ്ഞാണ്. നമ്മളിപ്പോൾ വിശ്വാസത്തോടു കൂടി ഒരു അമലസാലിയാത്ത് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ സുഖകരമായ ഒരു സൗഭാഗ്യവും നല്ല ജീവിതവും ഒക്കെ ലഭിക്കും എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതോടൊപ്പം നമ്മുടെ മക്കളുടെ രക്ഷ, അയാളുടെ സന്താനങ്ങളുടെ കുടുംബക്കാരുടെ രക്ഷ, അതേപോലെ അയാൾ സമ്പത്ത് രക്ഷിക്കാനും ആ മനുഷ്യൻ്റെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനം കാരണമാകുന്ന എന്താ തെളിവ്? പിന്നെ സൂറത്ത് കഹ്ഫ് ഓതുമ്പോൾ മഹാനായ ഖിളിർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഒരു യാത്ര പോകുന്നുണ്ടല്ലോ. ആ സംഭവം നിങ്ങൾക്ക് അറിയോ അല്ലേ? യാത്ര പോകുമ്പോൾ എന്താ ഖിളിർ നബി അലൈഹിസ്സലാം കണ്ടീഷൻ വെച്ചത് എന്താ? ഇങ്ങോട്ട് ചോദിക്കരുത്, എൻ്റെ കൂടെ കൂടിയാൽ എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പോണ യാത്രയിൽ നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പലതും സംഭവിക്കും, അതുകൊണ്ട് ഇങ്ങോട്ട് മുറത്ത് കയറി ഇങ്ങോട്ട് ചവിട്ടി ചോദിക്കരുത്, കൊത്തരുത് അല്ലേ. മുറത്ത് കയറി കൊത്തുക എന്ന് പറഞ്ഞാൽ എന്താ? കോഴിക്കളുണ്ടല്ലേ പണ്ട്, നിങ്ങൾക്ക് അതിന് ഇതൊക്കെ അറിയോ? ഇവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ. കോഴിക്കളും പിന്നെ നമ്മൾ അരിയൊക്കെ ചേരാണെങ്കിൽ മുറത്തിലൊരു കയറൂലേ, ആ പ്രയോഗമാണത്. മുറത്ത് കയറി കൊത്തരുത് പറഞ്ഞാൽ ഞാൻ പറയണതിൻ്റെ മുമ്പ് ഇങ്ങോട്ട് ചോദിക്കരുത് എന്നർത്ഥം. അങ്ങനെ യാത്ര പോയി, ഇതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് അവർ യാത്ര പോയി. കപ്പലിൽ കയറിയപ്പോൾ എന്തായി? കുറച്ചടുത്തിയപ്പോൾ എന്തായി? ഖിളിർ അലൈഹിസ്സലാം പുതിയ കപ്പലിന് ഓട്ടയാണ് ഉണ്ടാക്കി. അടുക്കണം. മൂസാ നബിക്ക് ഇത് സഹിക്കുവോ? മൂസാ നബിനോട് ആദ്യം തന്നെ പറയണത്, ഇന്നക്കലം തസ്സത്തിയ മഅിയ സബ്റ, എനിക്കൊരിക്കലും ക്ഷമിക്കാൻ സാധിക്കൂല എൻ്റെ കൂടെ, കാരണം എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്ത പലതും ഞാൻ ചെയ്യും. കപ്പലിനോടാവട്ടെ, കപ്പലിന് ഓട്ടം ഉണ്ടാക്കി എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? കപ്പലിലുള്ളവരും മുങ്ങും. അങ്ങനെ യാത്ര അവസാനിച്ച് കുറച്ചങ്ങോട്ട് ചെന്നപ്പം ഒരു കുട്ടിനെ കണ്ടു. ആ കുട്ടിനെ പിടിച്ച് കൊന്നും ചെയ്തു. അവിടുന്ന് യാത്ര തുടർന്നപ്പോൾ കുറച്ചങ്ങോട്ടപ്പം ഒരു പൊളിഞ്ഞു വീഴാറായ മതിലുണ്ട്. ആ മതിൽ പിന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ആ നാട്ടുകാരോട് ചോദിച്ചു, ഇത്തിരി വെള്ളം തരി, ഇത്തിരി ഭക്ഷണം തരി. പക്ഷെ ആ നാട്ടുകാർ ഭക്ഷണം കൊടുത്തോ? വെള്ളം കൊടുത്തില്ല. അവിടെ ഉണ്ടായിനി പൊളിഞ്ഞു വീഴാറായൊരു മതിൽ. ആ മതിൽ ഖിളിർ അലൈഹിസ്സലാം പണിതീർത്തു. അപ്പം മൂസാ നബിക്ക് ചൂടായി, ഒരിത്തിരി വെള്ളം തരാത്ത ആളുകൾക്ക് എന്തിനാ നിങ്ങൾ ഈ മതിലുണ്ടാക്കി കൊടുത്ത്? എന്തിനാ നിങ്ങൾ ഈ പിന്നെ
ഒരു പാവം മനുഷ്യനെ, ഒരു ശുദ്ധനായ മനുഷ്യനെ, ഒരു കുട്ടിയെ, ബാലൻ എന്തിനാ നിങ്ങൾ പിടിച്ചു വന്ന്? വല്ലാത്ത ക്രൂരനാട്ടങ്ങൾ അല്ലേ, വല്ലാത്ത ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് ആ സൂറത്ത് കഹ്ഫിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നിട്ട് അതിൻ്റെ പൊരുൾ ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ഇത് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഹിളർ അലൈഹിസ്സലാം മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കുക. എന്തേ? കപ്പലിന് ഓട്ടുണ്ടാക്കിയത് ബോർഡറാണ് കഴിഞ്ഞാൽ ആ ബോർഡറിൽ ഒരു രാജാവുണ്ട്. കപ്പലിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് എന്ത് ചെയ്യും? രാജാവ് പിടിച്ചേക്കും. അപ്പം എന്തെങ്കിലും ഒരു ഓട്ടെ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ ആ കപ്പൽ നമുക്ക് തന്നെ കിട്ടും. അപ്പം രാജാവിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനത് ചെയ്തത്. രണ്ടാമത്തെ, കുട്ടിയെ പിടിച്ചു കൊന്നത് എന്തിനാ? ആ കുട്ടിയുടെ ആ ബാലൻ വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കളെയൊക്കെ അവിശ്വാസിയാക്കി മാറ്റുന്ന ക്രൂരനായ കുട്ടിയാണ്. അത് ആർക്കറിയാം? അള്ളാഹ് വിവരം കൊടുത്തതിനനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൂന്നാമത്തത്, മതിൽ പണിതെന്താ? ആ മതിൽ 2 യത്തീം കുട്ടികളേതാ. ആ യത്തീം കുട്ടികളുടെ ഇതിൻ്റെ മുകളിൽ എന്തുണ്ട്? നിധിയുണ്ട്, കൻസുണ്ട്. ആ കുട്ടികൾ വളർന്ന് പ്രായമായതിനു ശേഷം ആ മതിലിൻ്റെ പൊളിയും. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ആ നിധി അവർക്ക് ലഭിക്കും. അത് ലഭിക്കാനാണ് ആ പൊളിഞ്ഞു വീഴാറായ ആ മതിൽ ഞാൻ പണിതു കൊടുത്തത് എന്ന് ഹിളർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പല സംഗതികളും നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പൊരുളെന്ന് അറിയില്ല അല്ലേ? എന്തിനാണ് ഇപ്പോൾ പഠിച്ച് നമ്മളിങ്ങനെ പരീക്ഷിക്കണത് നമുക്ക് ബുദ്ധി കൊണ്ട് ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. എന്തിനാ ഇപ്പോൾ കുവൈത്ത് ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കണത്? എല്ലാ കാര്യത്തിലും ഒക്കെ പോസിറ്റീവ് ഒന്നുമില്ല, ഒക്കെ നെഗറ്റീവ്. എന്താ അപ്പം ഇങ്ങനെ നിൽക്കണേ? എന്തെങ്കിലും ഒരു ഹൈറ് നമുക്കുണ്ടാവും, പക്ഷെ നമുക്ക് പൊരുളറിയില്ല അല്ലേ? എന്തിനാ പഠിച്ചോ അപ്പം ഇങ്ങനെ എന്നെ പരീക്ഷിക്കണ? പഠിച്ചോനെ യാതൊരു രോഗം ബന്ധമുണ്ട് നമുക്കറിയില്ല. അതിൻ്റെ പിന്നിൽ എന്തുണ്ടാവും? അസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ കുർഹുൽ ലക്കും. എന്താണ്? വഹുവ ശർറുൽ ലക്കും അല്ലേ? അള്ളാഹു നിങ്ങൾക്ക് നന്മയാണ് എന്ന് വിചാരിക്കണ ഒരു കാര്യം എന്താവും? നിങ്ങൾക്ക് ഹൈറാവും. നിങ്ങൾ തിന്മയാണ് എന്ന് വെറുത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യങ്ങൾക്ക് എന്തുണ്ടാവും? അത് നിങ്ങൾക്ക് ഹൈറും ഉണ്ടാവും, മറ്റേലെന്തുണ്ടാവും? ഷെറും ഉണ്ടാവുന്ന. അപ്പോൾ ആലോചിക്കുക നിങ്ങൾ, ഇതിൻ്റെ ഹിക്മത്ത് പൊരുൾ ആർക്കേ അറിയുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുള്ളൂ. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ദുനിയാവിലെ ജീവിതം എന്താ? അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതേ കിട്ടണുള്ളൂ, ഞാനിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹു തആല എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത് എന്നൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കും അല്ലേ? ആലോചിക്കുക നിങ്ങൾ, ചിലപ്പോൾ ആവും പോകുമ്പോൾ വലിയ ആക്സിഡൻറ്റിൽ തല ഇവിടെ കുവൈത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണ് മരിച്ചായിരുന്നില്ലേ നിങ്ങൾ? നദ അല്ലേ? എങ്ങനെ മരിച്ചത്? എന്താണ് കോഴിക്കോട് എന്താണ് ആ സ്ഥലത്തിന്? വട്ടക്കിണർ അല്ലേ? ബേപ്പൂർക്ക് വീണ വട്ടക്കിണറല്ലേ? സ്കൂട്ടർ വന്ന് വീണ തല. ആ ചിത്രം കണ്ടില്ല നിങ്ങൾ? തല അങ്ങോട്ട് ചതഞ്ഞിട്ട് പല്ലിനെ ചവിട്ടി ചതച്ചതുപോലെയാണ് അല്ലേ? ആലോചിക്കുക നിങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ അവസ്ഥനാവും. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, അത് ഉമ്മനെ കാണാം, ക്യാൻസറായ ഉമ്മനെ കാണാൻ പോയി തിരിച്ച് വരുമ്പോഴൊക്കെയാണ് സംഗതി. മീൻ മരിച്ചോ? 2 ആളും മരിച്ചോ? ആലോചിക്കുക നിങ്ങൾ. ഈ രൂപത്തിലുള്ള പരീക്ഷണമൊക്കെ ചിലപ്പോൾ അല്ലാഹു തആല നമ്മളെ ജീവിതത്തിൽ ആ കുട്ടികൾക്ക് ഇങ്ങനെ കാണും. എന്തിനാ ഇപ്പോൾ പഠിച്ചോ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോയത് എന്ന് ആ കുട്ടിയൊക്കെ അറിയില്ല. എന്തിനാ ഇപ്പം എൻ്റെ വല്യമ്മനെ കൊണ്ടുപോയത് ആ കുട്ടിയൊക്കെ അറിയില്ല. ഇങ്ങനെ ദുനിയാവിൽ ഇതിപ്പോൾ അവർക്കാണെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ ഓരോ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിലൊരു ഹൈറുണ്ടാവും, അള്ളാഹുവിൻ്റെ ഒരു യുക്തി ഹിക്മത്ത് ഇതിലുണ്ടാവും. നമുക്കറിയില്ല, നമുക്കത് ഹൈറാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതാണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ചുമരിൻ്റെ ഇടയിൽ എന്തിനാപ്പം മതിലുണ്ടാക്കി കൊടുത്തത്? അതിലും ഇതുണ്ടായിരുന്നു, ആ കുട്ടികളുടെ സമ്പത്ത്. അപ്പം ആ യത്തീം കുട്ടികളുടെ വാപ്പ മരിച്ചിട്ടും വാപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു. വിശുദ്ധ ഖുർആനൊക്കെ പറയുന്നുണ്ട്, അമ്മൽ ജിദാറു, ആ ചുമരില്ലേ, ഫക്കാനലി ഗുലാമൈനി യത്തീമൈനി ഫിൽ മദീന, ആ പട്ടണത്തിലെ 2 അനാഥ കുട്ടികളുടേതായിരുന്നു. എന്നിട്ട് അള്ളാഹ് പറയാം, വക്കാന തഹ്തഹു കൻസുൽ ലഹുമ, ആ ചുമരിൻ്റെ ഉള്ളിൽ അകത്ത് അവർക്കുള്ള നിധിയുണ്ട്. എന്നിട്ട് അതിന് കാരണം പറയുന്നത് എന്താ? വക്കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ 2 ആളുടെയും ആ 2 യത്തീം കുട്ടികളുടെയും പിതാവ് ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ആ സമ്പത്ത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല സംരക്ഷിച്ചത്. അപ്പം നമ്മളൊക്കെ സൽക്കർമ്മം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടും. ഞാനത് മരിച്ചാൽ അപ്പം എൻ്റെ കുട്ടികളെന്താവും
എന്ന് ഭയപ്പെടാത്ത ഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. മക്കളെപ്പറ്റി ചിന്തിക്കാത്തവരുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല, എല്ലാവരും ചിന്തിക്കും. അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ആശ്വാസമാണെന്ത്? ജീവിക്കുന്ന കാലം അത്രയും വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സംരക്ഷിക്കും എന്ന് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അമലു സാലിഹാത്ത് കൊണ്ടുള്ള ഒരിത്. പിന്നെ നമുക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലുതാണ് ഈ മനപ്രയാസം, ദുഃഖം, വിഷമം, അതേപോലെ വ്യഥ, ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ, ആക്സിഡൻറ്റുകൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ എന്തു ചെയ്യും? നമ്മളെ ചില ആവശ്യങ്ങൾ നിറവേറ്റാതെ പോവുക, അത് എത്ര ചെയ്തിട്ടും അത് ശരിയാവണില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോഴും അതിനൊക്കെ ഉള്ള ഇത് എന്ന് പറയുന്നത്, പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ഈമാനോട് കൂടി സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക, നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക, മറ്റൊരാളെ ഒന്നും ചെയ്യാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക എന്നുള്ളതും അവനെപ്പറ്റി ഒരു പുരാതി ഗീബത്ത് നമീമത്ത് പറയാതിരിക്കുക എന്നുള്ള ഒരു നന്മയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തിന്മ ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ നന്മയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് പരിഹാരം നൽകുന്നതാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, സൂറത്ത് അംബിയായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ പ്രവാചകന്മാരുടെ പേരിങ്ങനെ എടുത്തു പറഞ്ഞിട്ട്, ഇബ്രാഹിം നബി, മൂസാ നബി, ലൂത്ത് അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാം, സുലൈമാൻ നബി അലൈഹി സ്വലാം, അയ്യൂബ് എന്നീ പ്രവാചകന്മാരുടെ പേരുകളൊക്കെ ഇങ്ങനെ നിരന്തരം എടുത്തു പറഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിൽ വന്ന ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അള്ളാഹു ഇങ്ങനെ എണ്ണിപ്പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല അവർക്ക് ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കാനുള്ള കാരണമായി പറഞ്ഞെടുത്ത് അള്ളാഹു ആ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞത് എന്താ അറിയോ? ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവർക്ക് വന്ന വിപത്ത് നീക്കി കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നന്മയുടെ കാര്യത്തിൽ അവർ ഉളരി ചെയ്യുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ നന്മയുടെ കാര്യത്തിൽ ഓടിപ്പോകുന്നവരായിരുന്നു അവർ. ആ സ്പീഡ് ഉണ്ടായിരുന്നു. പിന്നെ വയദുഊനന റഗബൻ വറഹബ, അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ. വക്കാനുലന ഹാഷിയൻ, അവർ നമുക്ക് കീയൊതുങ്ങി വിനയാനിതരായി ജീവിക്കുന്നവർ. അപ്പോൾ ആ പ്രവാചകന്മാർക്ക് വന്നിട്ടുള്ള അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ ആ കാരണമായി അള്ളാഹു തആല പറയുന്നത് എന്താ? ഈ ഒരു കാരണമാണ്. സുന്നൂൻ എന്ന് പറയുന്ന യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ ആ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു തആല ആ 3 ഇരുട്ടറകളിലാണല്ലോ അല്ലേ? മത്സ്യത്തിൻ്റെ വയറ്, കടലിൻ്റെ ഇരുട്ടറ, ഇങ്ങനെയുള്ള ആ ഇരുട്ടറകളിൽ നിന്നൊക്കെ അള്ളാഹു തആല ആ യൂനുസ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്താനുള്ള കാരണമായി പറയണ എന്താ? യൂനുസ് നബി അലൈഹി സ്വലാം അതിൻ്റെ മുമ്പ് ജീവിച്ചിരിക്കുന്ന കാലമത്രയും അള്ളാഹുവിന് തസ്ബീഹ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം ആ തസ്ബീഹ് ചെയ്യുക, ദിക്ർ ചെയ്യുക എന്നുള്ളത് നാം അകപ്പെട്ട ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ദുരിതത്തിൽ നിന്ന് ആശ്വാസം നൽകാൻ അത് കാരണമാകും എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകം മഹബത്ത് ലഭിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ദുനിയാവിൽ കിട്ടണ അമൽ സ്വാലിഹാത്ത് കൊണ്ട് കിട്ടണ ഫല. ഇനി പരലോകത്ത് ചെന്നാലോ? പരലോകത്ത് ചെന്നാൽ ഏറ്റവും ആദ്യം തന്നെ മരണസമയത്ത് തന്നെ നമുക്ക് പരലോകത്ത് പോവാനുള്ള ചെല്ലാനുള്ള സ്ഥലം ആ മരണസമയത്ത് തന്നെ അല്ലാഹു തആല കാണിച്ചു തരും. എന്തുണ്ടായാലും അമലു സാലിഹാത്തും വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്വർഗം കൊണ്ട് അല്ലാഹു തആല മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കും. എന്താ തെളിവ്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് ആ തൗഹീദിൽ അവലംബിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുകയും ചെയ്താൽ മലക്കുകൾ ആ മനുഷ്യൻ്റെ അരികെ ഇറങ്ങി വരും. എന്നിട്ട് പറയും, മരണസമയത്ത് ഇറങ്ങി വരും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എന്തിനാ ഭയം? വരാൻ പോകുന്ന ഒരു കാര്യത്തെ എവിടുക്കാപ്പന്നെ കൊണ്ടുപോകണം, എടുക്കാഞ്ഞ് പോവാനുള്ളതെന്നില്ല, ഭാവിയെ പറ്റിയാണ് ഭയണ്ടക. വലാ തഹ്സനു, കഴിഞ്ഞു പോയ പ്രയാസങ്ങളെപ്പറ്റി ദുഃഖിക്കേണ്ടതുമില്ല. വ അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വർഗത്തെപ്പറ്റി, ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാകുക എന്ന് മലക്കുകൾ ആ മരണസമയത്ത് സന്തോഷ വാർത്ത അറിയിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നഹ്നു ഔലിയാഉക്കും, മലക്കുകൾ പറയും, ഞങ്ങൾ നിങ്ങളുടെ മിത്രന്മാർ, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ, ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ഐഹിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസക്കും,
ആ പരലോകത്ത് നിങ്ങൾ എന്താണോ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്കുണ്ടാവും. വലക്കും ഫിഹാമാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണികനായ റബ്ബിൻ്റെ ഒരു വിരുന്നാണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ മരണസമയത്ത് തന്നെ അമലുസ്വാലിയാത്തും വിശ്വാസവുമുള്ള ഒരു മനുഷ്യന് സന്തോഷ വാർത്ത അറിയിക്കും എന്നുള്ളത്. ഇനിയോ ഖബറിലേക്ക് അങ്ങോട്ട് വെച്ചാൽ, മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ഹദീസിൽ പറയുന്നുണ്ട്, അവിടെ രക്ഷകനായി സുരക്ഷയായി നമുക്കുണ്ടാവുക നമ്മുടെ ഈ പ്രവർത്തനം മാത്രമാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, 4 കട്ടിലിൽ നമ്മളെ വഹിച്ച് കൊണ്ടുപോയി കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് നമ്മൾ അവിടെ മറമാടി ഇങ്ങോട്ട് പോന്ന ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളടക്കം ഉടനെ തിരിച്ചു പോരാണ്. നമുക്കുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനം മാത്രമാണ്. അങ്ങനെ ഖബറിലേക്ക് അങ്ങോട്ട് വെച്ചാൽ ആ കുട്ടികൾ തിരിച്ചു പോണ, കുടുംബക്കാരും കൂട്ടുകാരൊക്കെ തിരിച്ചു പോണ ചെരുപ്പിൻ്റെ കാലടി ശബ്ദം ഈ ഖബറിലുള്ള മയ്യത്ത് കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. എന്നിട്ട് ഉടനെ തന്നെ അവിടെ മലക്കുകൾ വരും. ആ മലക്കുകൾ തലയുടെ ഭാഗത്തുകൂടെ വരും. തലയുടെ ഭാഗത്തുകൂടെ വരുമ്പോൾ അവിടെ നമസ്കാരം ഉണ്ടാവുന്ന അവൻ നമസ്കരിച്ച നമസ്കാരം അവന് പ്രൊട്ടക്ഷനായിട്ട് അവിടെ ഉണ്ടാവും. ഇതിലൂടെ വഴിയില്ല, മാഫി മദ്ഖൽ, ഇതിലൂടെ പ്രവേശിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം അവന് കാവൽക്കാരനായി ഉണ്ടാകും എന്നുള്ളത്. വലതുഭാഗത്തിലൂടെ വരും. അപ്പം നോമ്പ്, അവനടിച്ച നോമ്പ് അവന് കാവൽക്കാരനായി വരും. എന്നിട്ട് ആ നോമ്പ് പറയും, ഇതിലൂടെ പ്രവേശിക്കാൻ മാഫി മദ്ഖൽ, ഇതിലൂടെ പ്രവേശിക്കാൻ കവാടമില്ല. അതേപോലെ ഇടതുഭാഗത്തിലൂടെ മലക്കുകൾ വരുമ്പോൾ അവിടെ സക്കാത്ത് പറയും, ഇതിലൂടെ പ്രവേശിക്കാൻ ഇടമില്ല. അതേപോലെ ആ മനുഷ്യൻ ചെയ്ത ഒരുപാട് നന്മകളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഖൈറാത്തുകളും ഒരുപാട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ സദക്കകളും ദാനധർമ്മങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സക്കാത്തല്ലാത്ത ദാനധർമ്മങ്ങൾ, അതൊക്കെ കാലിൻ്റെ ഭാഗത്ത് അവന് പ്രൊട്ടക്ഷനായി ഉണ്ടാവും. അവിടെ വെച്ച് പറയും, ഇതിലൂടെ പ്രവേശിക്കാൻ മാർഗമില്ല. അപ്പം ഒരു മനുഷ്യന് ദുനിയാവിൽ വിശ്വാസത്തോടു കൂടി അമൽ സ്വാലിഹാത്ത് ചെയ്താൽ ദുനിയാവിൽ മാത്രമല്ല അവന് രക്ഷ കിട്ടണം, സുരക്ഷ കിട്ടണം, മറിച്ച് ആ മരണത്തിന് ശേഷം, ആ മരണത്തിൻ്റെ സമയത്തും ഖബറിൽ കൊണ്ടുപോയി വെച്ചാലും പരലോകത്തും ഈ അമലുസ്വാലിഹാത്ത് മാത്രമാണ് ഒരു മനുഷ്യന് കൂടെ ഉണ്ടാകുക, അവന് രക്ഷകനായി ഉണ്ടാകുക എന്നുള്ള. സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചാലും ആ സ്വർഗത്തിലെ സ്ഥാനം ഉയർന്നു കിട്ടാനും അവൻ്റെ അമലുസ്വാലിഹാത്ത് ഉണ്ടാകും. സമയം കഴിഞ്ഞുണ്ടല്ലേ? അതിനോ മതി. സ്വർഗത്തിൽ ഏറ്റവും വലിയ സ്ഥാനാണോ അതോ ഉയർന്ന സ്ഥാനാണോ ഒക്കെ തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ അമലുസ്വാലിഹാത്താണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് മതി. അപ്പം ഇല്ലല്ലദീന ആമനു, ആയത്തുകൾ മറക്കരുത്. ഇല്ലല്ലദീന ആമനു വ അമിലുസ്വാലിഹാത്ത്, ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അള്ളാഹിൻ്റെ പ്രയോഗം നോക്കണങ്ങൾ, അവന് പ്രതിഫലമുണ്ട്, മുറിഞ്ഞു പോവാത്ത പ്രതിഫലം എന്നാ. ആ ദുനിയാവിലും മുറിഞ്ഞു പോകണില്ല, പരലോകത്തും മുറിഞ്ഞു പോകണില്ല. ആ രൂപത്തിലുള്ള മരണശേഷവും മുറിഞ്ഞു പോവാത്ത പ്രതിഫലമാണ് അവനുള്ളത്. അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.